ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് ഒരു വമ്പൻ വിജയമുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. നമുക്കറിയാം 2026 നക്സലുകളെ സമ്പൂർണ്ണമായും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ റിപ്പോർട്ട് പ്രകാരം CPI മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ സംഘടന അവരുടെ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. 13 മാസത്തിനിടെ 600 നക്സലുകളെയാണ് നമ്മുടെ സേന വെടിവെച്ച് കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. 2000 നക്സലുകളാണ് അഭയ് എന്ന് പറയുന്ന കത്ത് അത് അമിത്ഷായ്ക്ക് അയച്ചുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും അടക്കം വലിയ സമഗ്രമായിട്ടുള്ള പദ്ധതികൾ മാവോയിസ്റ്റുകളെ പുനരധിവസിപ്പിക്കാനായി കൊണ്ടുവരുന്നു BJP എന്നുള്ളത് മറുവശത്ത് നിൽക്കുന്നു. ഇപ്പോഴിതാ കീഴടങ്ങാത്ത ആ നക്സലുകളുടെ ഗതിയാണ് അധോഗതി എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന നക്സൽ വിരുദ്ധ പ്രചാരണത്തിന് മറ്റൊരു വലിയ പൊൻതൂവൽ കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നാരായൺപൂർ ജില്ലയിലെ അബുദ് സമദ് പ്രദേശത്ത് സുരക്ഷാ സേനയും നക്സലൈറ്റുകളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടലിൽ മുൻനിര നക്സലൈറ്റ് നേതാക്കളായിട്ടുള്ള കോസയും രാജു എന്ന ബിക്കാപ്പും കൊല്ലപ്പെട്ടു. ഇരുവരും വളരെ കാലമായി സുരക്ഷാ ഏജൻസികളുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ളവരായിരുന്നു. കോസ നക്സലൈറ്റുകളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. 1 കോടി രൂപ പാരിതോഷികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കോസ എന്ന് പറയുന്നത്. രാജു എന്ന ബിക്കാപ്പിന് 70 ലക്ഷം രൂപ പാരിതോഷികം ഉണ്ടായിരുന്നു. അങ്ങനെ 1,70,00,000 രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന 2 ഭീകരരാണ് ഇപ്പോൾ വെടിവെച്ച് കൊണ്ടിരിക്കുന്നത് നമ്മുടെ സേന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭിച്ച വിവരമനുസരിച്ച് പ്രദേശത്ത് നക്സലുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടയിൽ നക്സലേറ്റുകൾ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. പ്രതികാര നടപടിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ കോസയും വികൽപ്പ് എന്ന രാജുവും കൊല്ലപ്പെട്ടു. AK-47 റൈഫിൾസ്, സ്ഫോടക വസ്തുക്കൾ, ധാരാളം നക്സലൈറ്റ് വസ്തുക്കൾ എന്നിവ ഈ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. ഈ നടപടി നക്സലൈറ്റ് സംഘടനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണെന്ന് SP ഡോക്ടർ ജിതേന്ദ്ര യാദവ് പറയുകയും ചെയ്തു. കോസയെ ഒരു ഉന്നത നക്സലൈറ്റ് നേതാവായി കണക്കാക്കുകയും നിരവധി പ്രധാന സംഭവങ്ങളുടെ സൂത്രധാരനുമായിരുന്നു ഇയാൾ. വികൽപ്പ് എന്ന രാജുവും സംഘടനയിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.